ഹായ്. കുറച്ച് ദിവസം മുമ്പേ നമ്മൾ കാഷ്വാലിറ്റിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളോട് പറയാമെന്ന് വെച്ചു. അപ്പം കുട്ടീനെ സ്കാൻ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ക്ഷീണമായിട്ടാണ് കാഷ്വാലിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ വൈറ്റൽസൊക്കെ നമ്മൾ അസസ് ചെയ്തപ്പോൾ കുറച്ച് BP കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്ലൂയിഡ് ഇട്ടു, ബൈസ്റ്റാൻഡർ നമ്മൾ റിയാഷുറൻസ് കൊടുത്തു, റിപ്പോർട്ട് വരട്ടെ നമുക്ക് നോക്കിയിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടേക്ക്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കുട്ടിയുടെ ഹിസ്റ്ററി എടുത്തപ്പം. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പേഷ്യൻറ്റിന് നമ്മളൊരു MVIയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, മൾട്ടി വൈറ്റമിനും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പിങ്ക് കളറായിരുന്നു. അപ്പോൾ അതിട്ടതും കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് അപസ്മാരം വന്നു. അപസ്മാരം വന്നപ്പം കൂടെ ഇരിക്കുന്നത് അമ്മയായിരുന്നു. അമ്മ ആകെ മൊത്തം പാനിക്കായി, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ വേഗം അമ്മയെ സംസാരിച്ച് സമാധാനിപ്പിച്ച് പുറത്താക്കിയിട്ട് അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛൻ ആദ്യം കുറച്ച് നേരം ഒന്നൊരു അന്താളിപ്പായിരുന്നു. പിന്നെ അച്ഛനങ്ങ് ഭയങ്കര ബഹളമായി. അങ്ങനെ നമ്മൾ രണ്ടുപേരെയും പുറത്താക്കി നമ്മൾ കുഞ്ഞിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ അവരെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞ് ക്ഷീണമായി വന്നപ്പോൾ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സോഡിയം വന്നപ്പോൾ നല്ല കുറവായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അതായത് സോഡിയം, അതായത് നമ്മൾ ധാരാളമായിട്ട് വെള്ളം, ഇപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി കുഞ്ഞ് ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ച സമയത്ത് നിങ്ങൾ ബ്ലഡിലെ സോഡിയം കുറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടുണ്ടായ അപസ്മാരമാണിത്. അപ്പം അവരൊരു തരത്തിലും അപസ്മാരം കുഞ്ഞിന് വരാൻ ഒരു റീസണും ഇല്ല. നമ്മൾ കാഷ്വാലിറ്റിയിൽ വന്ന് മരുന്ന് കുത്തിവെച്ചതോട് കുഞ്ഞിന് അപസ്മാരം വന്നു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാ രീതിയിലും. അമ്മ ഭയങ്കര കരച്ചിൽ, അച്ഛനാണെങ്കിൽ നമ്മളിപ്പോൾ തല്ലാതിരിക്കുന്നുള്ള സിറ്റുവേഷനിലാണ്. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അടുത്തുള്ള ഏതൊരു പരിചയക്കാരൻ വന്നു, അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവരിവരെ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ അവരെന്ത് ചെയ്തു, ബാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു, കൺസൾട്ടേഷനൊക്കെ വെച്ചു, അങ്ങനെ ശരിയായിപ്പോയി. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു അസുഖം നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരികയാണ് സാഹചര്യം മൂലമെങ്കിൽ നമ്മളത് ഡോക്ടർമാർ പറയുന്ന സമയത്ത് അവരോട് നമ്മൾ ആദ്യം കാമായിട്ട് കേൾക്കുക എന്താണെന്ന്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൂടെ അത്യാവശ്യം അറിയുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിപ്പിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളാണ് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ വേറെ വഴിയില്ല. അപ്പം നമ്മളത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്കൊരു എന്താ പറയുക, ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു വിയോജിപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കുക. ഇതിനേക്കാളും മുകളിലുള്ള ഒരാളോട് മീൻസ് ചോദിക്കുക, മനസ്സിലാക്കുക. അല്ലാണ്ട് നമ്മളവിടെ പാനിക്കായിട്ടോ അല്ലെങ്കിൽ തല്ലാൻ പോയിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയും സിറ്റുവേഷൻ ഉണ്ടാകാം. അവരെ സംബന്ധിച്ച് കുഞ്ഞിന് ഇത്രയും കാലമായിട്ടാണ് ഒരു അപസ്മാരം അവർക്കോ അവരുടെ ഫാമിലിയിലോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുമ്പോൾ ഒന്നാമത് ആ കുഞ്ഞിന് ക്ഷീണമാണ്, ഫിക്സ് വന്നു, അതിൻ്റെ ഇടയിൽ അച്ഛനാണെങ്കിൽ ഇങ്ങനെ, അമ്മയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ആ കുട്ടിയെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പം അതും എനിക്ക് എൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ സമയം നമ്മളാണെങ്കിലും ഒന്ന് അയ്യോ ഇനി ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ നമ്മളത് കൂടുതലുള്ള സീനിയർ ഡോക്ടേഴ്സിനൊക്കെ അത് ഓൾറെഡി അറിയുന്ന കാര്യമായതുകൊണ്ട് അവർ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. താങ്ക് യു.